ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്. AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തി പ്രമേയം പാസാക്കി നിയമസഭാ കക്ഷിയോഗം. ഞായറാഴ്ചയോടെ മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടാകുമെന്ന് സൂചന. MLA-മാരുടെ അഭിപ്രായം തേടി നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഘടകകക്ഷി നേതാക്കളെയും കണ്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിടിമുറുക്കി KC-യും RC-യും VD-യും ഭൂരിഭാഗം MLA-മാരുടെ പിന്തുണയുണ്ടെന്ന അവകാശവാദവുമായി KC വേണുഗോപാൽ. MLA-മാരുടെ എണ്ണമെന്ന സാങ്കേതിക മാനദണ്ഡം മാത്രം നോക്കരുതെന്ന് VD സതീശൻ. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ബെന്നി ബെഹനാനെ പരിഗണിച്ച് A ഗ്രൂപ്പിന്റെ പിന്തുണ ഉറപ്പിച്ച് KC. VD-യെ പിന്തുണച്ചു പലയിടത്തും പ്രകടനം. ചർച്ച തെരുവിലേക്ക് നീങ്ങുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ അഭിപ്രായം പറഞ്ഞ മുസ്ലിം ലീഗിനെ വിമർശിച്ച് മാത്യു കുഴൽനാടൻ. ലക്ഷ്മണരേഖ കടക്കരുതെന്ന് മുന്നറിയിപ്പ്. ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ലെന്നും വിമർശനം. മാത്യു കുഴൽനാടനെതിരെ ഇരിക്കൂറിൽ യൂത്ത് ലീഗിന്റെ ഫ്ലെക്സ് ബോർഡ്. കുഴൽനാടന്റെ കുഴലൂത്ത് ലീഗിനെതിരെ വേണ്ടെന്നും പട നയിച്ചവർ ഭരിക്കട്ടെ എന്നും പോസ്റ്റർ. തെരഞ്ഞെടുപ്പ് തോൽവി അപ്രതീക്ഷിതമെന്നും സൂക്ഷ്മമായി പരിശോധിക്കുമെന്ന പ്രസ്താവനയുമായി പിണറായി വിജയൻ. ജനങ്ങളെ നേരിട്ട് കേൾക്കും, ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കും, പ്രതിപക്ഷ നേതാവിനെ CPM തീരുമാനിക്കുമെന്നും പിണറായി വിജയൻ. BJP 3 ജയിച്ചത് ഗൗരവതരമെന്നും വിലയിരുത്തൽ. അസാധാരണ തോൽവിയിൽ അസാധാരണ വിലയിരുത്തലുണ്ടാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തമിഴ്നാട്ടിൽ വിജയ്ക്ക് വീണ്ടും പ്രതിസന്ധി. ഔദ്യോഗിക അറിയിപ്പുമായി ലോക് ഭവൻ. വിജയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലെന്ന് ഗവർണർ. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ്. ഭൂരിപക്ഷമുണ്ടെന്ന അവകാശവാദം TVK സർക്കാർ രൂപീകരിക്കട്ടെ എന്നും 6 മാസം കാത്തിരിക്കുമെന്നും MK സ്റ്റാലിൻ. പശ്ചിമബംഗാളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ സുവേന്ദു അധികാരിയുടെ PA ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ച് കൊന്നതിന് പിന്നാലെ പ്രതിഷേധം. വെടിയുതിർത്തത് ബൈക്കിലെത്തിയ സംഘം. കൊലപാതകം തൃണമൂലിന്റെ അറിവോടെയെന്ന് BJP. CBI അന്വേഷണം വേണമെന്ന് കുടുംബം. അപലപിച്ചു TMC. BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് ഉറച്ച തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിച്ചാൽ മാത്രമായിരിക്കും കരാറിനെക്കുറിച്ച് പുനരാലോചിക്കുക എന്ന് രൺധീർ ജയ്സ്വാൾ. പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യമാണെന്ന് ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടാൻ ഇന്ത്യക്ക് സാധിച്ചു. ഭീകരവാദത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുമെന്നും രൺധീർ. ഉത്തർപ്രദേശിൽ വൻ ഭീകരാക്രമണ പദ്ധതി തകർത്ത് സുരക്ഷാ സേന. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അക്രമം നടത്താൻ പദ്ധതിയിട്ട 2 ഭീകരരെ അറസ്റ്റ് ചെയ്തു. ഭീകരർ ISI-യുമായി ബന്ധപ്പെട്ട് പണവും ആയുധവും എത്തിക്കാൻ ശ്രമിച്ചതിനും തെളിവുകൾ കണ്ടെത്തി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം വാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സായുധ സേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവുമാണ് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിൽ നിരപരാധികളെ ആക്രമിച്ചവർക്ക് ഉചിതമായ മറുപടി നൽകിയെന്നും സൈന്യത്തിന്റെ ധീരതയെ രാജ്യം മുഴുവൻ അഭിവാദ്യം ചെയ്യുന്നതായും പ്രധാനമന്ത്രി. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർ പുഴയോരത്തെ കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയുമായി റവന്യൂ വകുപ്പ്. കോടതി ഉത്തരവിനെ തുടർന്ന് പുഴയുടെ തീരത്തുള്ള 88 അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന നടപടികൾ ആരംഭിച്ചു. പൊളിച്ചു നീക്കൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.